ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഒമാൻ വാർത്തകൾ. പാർപ്പിടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിച്ചു. സുരക്ഷാ മാർഗങ്ങൾ ഉണർത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. താപനിലയ്ക്കൊപ്പം തീപിടുത്തങ്ങളുടെ എണ്ണവും ഉയരുന്ന സാഹചര്യത്തിൽ കാരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും ഉണർത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. പാർപ്പിട തീപിടുത്തങ്ങളിലാണ് പ്രധാനമായും വർധനവുണ്ടായിട്ടുള്ളത്. ഇവിടെ സുരക്ഷ ഉറപ്പാക്കി ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വൈദ്യുതിയും ഗ്യാസും ഓഫ് ചെയ്യുക. എല്ലാ വൈദ്യുതി ഗ്യാസ് സ്രോതസ്സുകളും ഉടൻ ഓഫ് ചെയ്യുക. തീ കൂടുതൽ പടരാതിരിക്കാൻ കത്തുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ നീക്കാൻ ശ്രമിക്കുക. വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് മറുഭാഗത്ത് തീയില്ലെന്ന് ഉറപ്പുവരുത്തുക. വീട്ടിൽ നിന്ന് എല്ലാ വ്യക്തികളെയും സാധ്യമാകുന്ന വേഗത്തിൽ സുരക്ഷിതമായി ഒഴിവാക്കുക. പ്രായമായവരെയും കുട്ടികളെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെയും സഹായിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ നൽകുക. ശക്തമായി പുകയിൽ ശ്വാസം മുട്ടുന്നത് തടയാനായി നനഞ്ഞ തുവാല കൊണ്ട് വായും മൂക്കും മൂടുക. സഹായത്തിനായി ഉടൻ തന്നെ 9999 അല്ലെങ്കിൽ 24 34 36 66 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. എമർജൻസി എക്സിറ്റുകൾ ഉപയോഗിക്കുക. പുക ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ തറയിൽ ഇഴഞ്ഞ് അടുത്തുള്ള എമർജൻസി എക്സിറ്റിലേക്ക് പോവുക. സാധ്യമെങ്കിൽ തീജ്വാലകളെ ചെറുക്കാനായി ഫയർ ബ്ലാങ്കറ്റ് പോലെ ലഭ്യമായ ഏതെങ്കിലും അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണ്ടെടുക്കാനായി തീയുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. പ്രഖ്യാപനത്തിന് ഒരാണ്ട് നിർമ്മാണത്തിന് അതിവേഗം. സുൽത്താൻ ഹൈതം സിറ്റിയുടെ ഔദ്യോഗിക ലോഞ്ചിങ് വാർഷികം ആഘോഷിച്ച് ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയം. 2023 മെയ് 31 അൽബർക്ക കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിൻ്റെ കാർമ്മികത്വത്തിലാണ് രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചത്. തുടർന്ന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പിന്നാലെ നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചു. അതിവേഗം മുന്നോട്ട് പോകുന്ന ഹൈതം സിറ്റി 2030 യാഥാർത്ഥ്യമാകുമെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുൽത്താൻ ഹൈതം സിറ്റിയുടെ പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സ്റ്റാബാഗ് ഒമാനാണ് പദ്ധതിയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സിറ്റിയിലെ റോഡുകൾ, വാതികൾ എന്നിവയിലും സിറ്റി സെൻട്രൽ പാർക്കിൻ്റെ ചുറ്റുഭാഗവും നിലമൊരുക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഏറെ സവിശേഷതകളോടെയാണ് സുൽത്താൻ ഹൈതം സിറ്റി പുതുമയാർന്ന തരത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത്. രാജ്യത്തെ യുവജനതയുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ സുസ്ഥിര നഗരങ്ങൾക്കുള്ള മാതൃകയായാണ് ഈ സ്മാർട്ട് സിറ്റി നിർമ്മിക്കുക. സാംസ്കാരിക പൈതൃകത്തെ ഉത്തേജിപ്പിക്കുന്ന സുസ്ഥിര ജീവിതശൈലികളെ ആശ്ലേഷിക്കുന്ന തരത്തിൽ വിസ്മയകരമായ വാസ്തുവിദ്യകളോടെയാണ് സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകുക. സമൂഹത്തിലെ ആബാലവൃദ്ധം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലാകും നിർമ്മാണം. സുൽത്താനേറ്റിൻ്റെ തുല്യതയില്ലാത്തതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ തരത്തിലാണ് നഗരം പടുത്തുയർത്തുക. ഒമാനി പൗരന്മാർക്ക് വിവിധ ശ്രേണികളിലുള്ള പാർപ്പിട സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ നൂതന സാമൂഹിക സൗകര്യങ്ങൾ സിറ്റിയിലുണ്ടാക്കും. താമസക്കാരെ അനുവദിക്കാൻ ശ്രദ്ധാപൂർവമാണ് ഈ പ്രധാന കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തത്. പാർക്കിംഗ് കേന്ദ്രങ്ങൾ, കളിമൈതാനങ്ങൾ, പാർക്കുകൾ മുതലായ പൊതു സൗകര്യങ്ങൾ താമസക്കാർക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. കമ്മ്യൂണിറ്റി സെൻ്ററുകൾ നിർമ്മിച്ചും സിറ്റിയിലെ മറ്റ് ഇടങ്ങൾ ഉപയോഗപ്പെടുത്തിയും കാര്യക്ഷമമായ ആശയവിനിമയം സാധ്യമാക്കാം. സൗരോർജ്ജം പോലുള്ള സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകളാണ് ഉപയോഗിക്കുക. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതോൽപാദനം, മലിനജലം സംസ്കരിച്ച് ചാരവെള്ളമായി ഉപയോഗിക്കൽ, വിഭവങ്ങൾ സംരക്ഷിക്കാൻ സുസ്ഥിര സംവിധാനങ്ങളുടെ ഉപയോഗം, മാലിന്യം കുറയ്ക്കൽ, പുനരുപയോഗം, പുനഃചംക്രമണം എന്നിവയെല്ലാം നഗരത്തിൻ്റെ സവിശേഷതകളാകും. സാധാരണ നഗരജീവിതത്തിൻ്റെ ആശയത്തിൽ നിന്ന് മാറി നാഗരിക സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും സുൽത്താൻ ഹൈതം സിറ്റിയുടെ ലക്ഷ്യമാണ്. തൃശ്ശൂർ സ്വദേശിനി ഒമാനിൽ നിര്യാതയായി. തൃശ്ശൂർ സ്വദേശിനി ഹൃദയാഘാതം മൂലം ഒമാനിൽ നിര്യാതയായി. കുരിയച്ചിറ യൂണിറ്റി റെസിഡൻസിൽ താമസിക്കുന്ന ചാലക്കൽ വീട്ടിൽ ജോർജ് പോളിൻ്റെ ഭാര്യ ലില്ലിക്കുട്ടി ജോർജ് 66 വയസ്സാണ് മസ്കറ്റിൽ മരണപ്പെട്ടത്. മകൻ ടിയ ജോർജ്, പിതാവ് ചാലക്കൽ ഡേവിഡ് ജോസഫ്, മാതാവ് ഏലിയാമ്മ ജോസഫ്. ഗൗല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ തൃശ്ശൂർ നെല്ലിക്കുന്നിലുള്ള സിയോൺ ബ്രദറൻ ചർച്ചിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം പറവട്ടാനി ഈസ്റ്റ് ഫോർട്ട് ബ്രദറൻ ചർച്ച് സെമിത്തേരിയിൽ അടക്കം ചെയ്യും. ഇതോടെ ഈ വാർത്ത അവസാനിച്ചു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.